നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കാട്. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഉള്ളിച്ചമ്മന്തിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് കിടക്കാം. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാത്ത ഒരു വിഭവമാണ് ഉള്ളിച്ചമ്മന്തി. ഉള്ളിച്ചമ്മന്തി എന്നത് പ്രത്യേക രുചിയാണ് ഉള്ളിച്ചമ്മന്തിക്ക്. എത്ര കറി ഉണ്ടെങ്കിലും ഈ ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോറ് തിന്നാൻ പറ്റും. നമുക്ക് ദോശയ്ക്ക് ഇഡലിക്കെല്ലാം ഈ ഉള്ളിച്ചമ്മന്തി ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് എടുക്കുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനാവശ്യമായെന്ന് പറയുന്നത് നമുക്ക് ഇത്രയും 150 ഗ്രാം ഉള്ളി വേണം, കൊച്ചുള്ളി. അത് കഴുകി വൃത്തിയാക്കിയതാണ്. അതിന് പാകത്തിന് ഉപ്പ് വേണം. ഇനി ഇവിടെ പുളി കുറച്ച് മതിയായതുകൊണ്ട് ഞാൻ ചെറിയൊരു നെല്ലിക്ക അത്ര പുളിയെ മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് പുളി മതി ഇവിടെ. പിന്നെ 3-5 വറ്റലുമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. ആ വറ്റലുമുളക് നമുക്കൊന്ന് ചൂടാക്കാം. അതൊട്ടിട്ട് ഒരു പാനിലെടുത്ത് അതിനകത്തിട്ട് നമുക്ക് സ്റ്റവ് കത്തിക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ചിലർ എണ്ണയ്ക്ക് എത്തിട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് ചെറുതായിട്ട് ഈ പാനിൻ്റെ ചൂട് കൊണ്ടൊന്ന് ചൂടായാൽ മാത്രം മതി. പിന്നെ ഇത് ആണെങ്കിൽ ഇത് ഇങ്ങനെ ചതച്ച് ചേർത്തും ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. പല രീതിയിൽ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. ചതച്ച് ചേർത്തും ഉള്ളിച്ചമ്മന്തി. ഞാനിത് ഇതിനകത്ത് ചൂടാക്കി ഇടുകയാണ് ചെയ്തത്. പാകത്തിനായിട്ടുണ്ട്. കരിഞ്ഞു പോയാൽ കൊള്ളത്തില്ല, എന്നാലും അത് മൂക്കണം. എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഇങ്ങോട്ട് ഇടാം പാത്രത്തിലോട്ട്. മുളകൊന്ന് ആറണം. ആഴ്ചയൊന്നും കുഴപ്പമില്ല. നമുക്കതെടുത്ത് ജാറെടുത്തിട്ട് നമുക്ക് പൊടിക്കുന്ന ജാറിനകത്തോട്ട് വേണം ചേർക്കാൻ. നമുക്ക് ആ പൊടിക്കുന്ന ജാറിനകത്തോട്ട് ചേർക്കാം. നമുക്ക് എന്നിട്ട് ഈ ഉള്ളിനകത്തോട്ട് ഇടാം. പുളിയിടാം, ഈ ഉപ്പും ഇടാം. ഉപ്പ് നമ്മൾ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഒരുപാട് ഉപ്പ് വാരി തട്ടിയാൽ പിന്നെ അത് ഉപ്പായിപ്പോവും. അതിനെക്കാട്ടി നല്ലത് നമുക്ക് നോക്കിയിട്ട് അത് ഇടാം. ഒരുപാട് അരയേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. അത് ഈ രീതിയിലാണ് കിട്ടുന്നത്. നമുക്ക് ഇതിനോട് തട്ടിയിടാം പാത്രത്തിലോട്ട്. ഒരുമാതിരി ചതഞ്ഞാണ് വരുന്നത്. ഇത് ഒരുപാട് അരയത്തില്ല, ചതച്ചാണ് വരുന്നത്. പിന്നെ അകത്തോട്ട് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 2 സ്പൂൺ ഒഴിക്കണം. വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയും നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം ചെയ്ത് നോക്കണം. ഇനി പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഇച്ചിരി ഉപ്പും പുളിയും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇത് എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയും ഇഡലി, ദോശയുടെ കൂടെയും ഉള്ളിച്ചമ്മന്തി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പാകത്തിന് മാത്രം എത്ര എരിവ് വെച്ചാൽ അതനുസരിച്ച് വേണം നമ്മൾ മുളക് ചേർക്കാൻ. അതുപോലെ പുളിയും ഉപ്പും. ഇത് എത്ര കറി ഉണ്ടെങ്കിലും ഇത് നമുക്ക് ഈ കറി എന്ന് പറയുന്നത്, ഈ ഉള്ളിച്ചമ്മന്തി എന്ന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഉള്ളിച്ചമ്മന്തി എന്ന് പറയുന്നത്. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.